ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 13 ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ലേവ്യ പുസ്തകം 9-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ രസകരമായിരിക്കുന്ന ഒരു പ്രസ്താവനയുള്ളത് യഹോവയുടെ തീയെക്കുറിച്ചാണ്. യഹോവയുടെ തീ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. യാഗങ്ങൾ ദഹിപ്പിക്കുവാൻ തീ വേണം. യാഗത്തിന് തീ കൊടുക്കുന്നത് മനുഷ്യനാണ്. എന്നാൽ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള തീ ഇറങ്ങി യാഗത്തെ ദഹിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. ലേവ്യർ 9 ദൈവാലയത്തിൽ യാഗങ്ങൾ ആരംഭിച്ചപ്പോൾ ഇത് സംഭവിച്ചു. ആദ്യമായിട്ട് ദൈവാലയം ചെയ്ത് കഴിഞ്ഞ് അതിൽ യാഗം ആരംഭിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അതിനെ ദഹിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങി ദഹിപ്പിക്കുന്നത് കണ്ടതായിരിക്കും ജനം ഭയപ്പെട്ട് ദൈവത്തെ നമസ്കരിച്ചു എന്നാണ്. ഈ സ്വർഗത്തിലെ തീ 2 വിധത്തിൽ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാം. ഒന്ന് അനുഗ്രഹത്തിൻ്റെ അഗ്നിയായും മറ്റേത് ന്യായവിധിയുടെ അഗ്നിയായും. അഗ്നി കത്തിച്ചതായിരിക്കുന്ന നാദാവിനും അബീഹുവിനും സ്വർഗത്തിലെത്തി ന്യായവിധി തീയായിട്ടാണ്. അവരെ യാഗപീഠത്തിലെ തീക്കനൽ കൊണ്ടുവന്ന് വേണം ധൂപപീഠത്തിലെ സുഗന്ധവർഗ്ഗങ്ങൾ കത്തിക്കുവാൻ. അവരതിന് പകരം അവരവരുടെ കയ്യിലിരുന്നതായിരിക്കുന്ന ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തീപ്പെട്ടി എടുത്ത് ഉരച്ച് അത് കത്തിച്ചു. അത് തീ അത് പിടിക്കുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും അത് വീണ് മരിക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ തീയെ അവരെ ദഹിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. അഗ്നി കത്തിച്ച് മരിച്ചുപോയി എന്നാണ്. അഗ്നി കത്തിച്ച് മരിച്ചുപോയി. യാഗപീഠത്തിൽ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കണം. ആ തീ കൊണ്ടാണ് ധൂപപീഠത്തിലെ ധൂപം കത്തിക്കുന്നത്. പക്ഷേ അത് ന്യായവിധിയുടെ തീയായിട്ട് മാറി. അനുഗ്രഹത്തിന് തീയായിട്ട് അത് വരണം. നമുക്കറിയാം ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചു. ഒരു 400 പ്രവാചകന്മാർ വന്നു. അവരെ യാഗവൃത്തിയൊക്കെ ഒരുക്കി യാഗമൊക്കെ വെച്ചു. അവർ രാവിലെ തുടങ്ങി ഉച്ചവരെ അവർ കിടന്ന് കരഞ്ഞ് വിളിച്ചു. യാതൊരു പ്രയോജനം ഉണ്ടായില്ല. ഏലിയാവ് തൻ്റെ കാളയെ അറുത്ത് വെച്ചു. വെള്ളം കോരി അവിടെ എല്ലാം ഒഴിച്ച് നനച്ചു. ആർക്കും ഒരു സംശയം തോന്നാതിരിക്കത്തക്കവണ്ണം വളരെ വെള്ളം കോരി ഒഴിച്ച് നനച്ചതിന് ശേഷം പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ തീ ഇറങ്ങി യാഗത്തെയും വിറകിനെയും മൃഗത്തെയും എല്ലാത്തിനെയും ദഹിപ്പിച്ച് കളഞ്ഞു എന്നാണ്. കണ്ടില്ലേ? ഏലിയാവിന് അനുഗ്രഹത്തിൻ്റെ തീയാണ് ദൈവം വർഷിപ്പിച്ചു കൊടുത്തത്. എന്നാൽ വേറെ ചിലതിൽ അങ്ങനെയല്ല. അനുസരണവും ആരാധനയും അനുഗ്രഹത്തിൻ്റെ അഗ്നിയെ വർഷിപ്പിക്കുവാൻ കഴിയുന്നതാണ്. എന്നാൽ അനുസരണക്കേടും പാപവും ന്യായവിധിയുടെ അഗ്നിയെ വർഷിപ്പിക്കുന്നതാണ്. സോദോമിനെ ദഹിപ്പിച്ച തീയെക്കുറിച്ച് നമുക്കറിയാം. ആകാശത്ത് നിന്ന് തീ ഇറങ്ങിയാണ് അതിനെ ദഹിപ്പിച്ചത്. ആകാശത്ത് നിന്ന് ഗന്ധകവും തീയും വീണാണ് അതിനെ ദഹിപ്പിച്ചത്. നമുക്കറിയാം പത്രോസ് ശുശ്രൂഷയുടെ കാലത്ത് അനന്യാസും സഫീറയും എന്ന് പറഞ്ഞ 2 ആളുകൾ വന്നു. അവർ തീ ഇറങ്ങി ദഹിപ്പിച്ചു എന്ന് പറയുന്നില്ലെങ്കിലും വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധിയാണ് അവരെ കൊന്നുകളഞ്ഞത്. ഇന്നും അങ്ങനെ ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഇത് നിമിത്തം നിങ്ങൾ അനേകരും രോഗികളും അനേകരും ബലഹീനരും അനേകരും മരിക്കുന്നവരും ആകുന്നു. പൗലോസ് അപ്പോസ്തലന് 1 അധ്യായത്തിൽ പറഞ്ഞു, ഒരിക്കലും വരുത്. അങ്ങനെ ദൈവത്തിൻ്റെ ന്യായവിധി നമ്മുടെ നേരെ വരാൻ പാടില്ല. ഭക്തിയോടുകൂടെ മാത്രമേ നാം ആരാധിക്കാവൂ. കർത്താവെ, അനുഗ്രഹത്തിൻ്റെ അഗ്നി അയച്ചടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അനുഗ്രഹത്തിൻ്റെ അഗ്നി എന്ന് പറയുന്നത് ഇന്നത്തെ പഴയ നിയമകാലത്തുള്ളതുപോലെ അക്ഷരാർത്ഥ തീയല്ല. അതെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. നമ്മുടെ ജീവിതം അനുസരണമുള്ള ജീവിതമാകുമ്പോൾ, നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ള ജീവിതമാകുമ്പോൾ നമുക്ക് ശക്തി തരും. ദൈവത്തിൻ്റെ അഗ്നി അങ്ങനെ വരും. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, അവൻ്റെ കയ്യിൽ വീശുമറമുണ്ടെന്ന് പറഞ്ഞില്ലേ? കർത്താവിനെ പറ്റി പറഞ്ഞു. എൻ്റെ പിന്നാലെ ഒരു യോഹന്നാൻ പറഞ്ഞു, അവൻ്റെ കയ്യിൽ വീശുമറമുണ്ട്. എന്താ അവൻ ചെയ്യുന്നത്? പതിരെ എല്ലാം തീയിലിട്ട് ചുട്ടുകളയും. രക്ഷിക്കപ്പെടാത്തവരെയും തോന്നിയാസം ജീവിക്കുന്നവരെയും അതിലേക്ക് പോകും. എന്നാൽ പാറ്റി കൊഴിച്ചെടുക്കുന്നതായിരിക്കുന്ന നെൽമണികൾ അല്ലെങ്കിൽ ഗോതമ്പ് മണികൾ അവൻ കളപ്പുരയെ കൂട്ടിവെക്കും. അത് മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടിയും കൂടുതൽ വിത്ത് വിതയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ ന്യായവിധിയുടേതായിരിക്കുന്ന ഒരു വീശുമറമുണ്ട്, തീയുമുണ്ട്. ന്യായവിധിയുടെ വീശുമറം കൊണ്ട് വീശി അത് അഗ്നികുണ്ഡത്തിലിട്ട് അതിനെ തീ കൊടുക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തെയാണ് നാം ഇവിടെ പരിശോധിക്കേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, യഹോവയുടെ തീയ് നമ്മുടെ മേൽ ഇറങ്ങുന്ന അനുഗ്രഹത്തിൻ്റെ തീയായിട്ട് വരട്ടെ. ഒരിക്കലും ശാപത്തിൻ്റെ തീയാകരുത്. ശാപത്തിൻ്റെ തീ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കുന്ന തീയാണ്. അത് നമുക്ക് ഒരിക്കലും ശാപത്തിൻ്റെ തീ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനായിട്ട് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അനുസരണവും ആരാധനയും അനുഗ്രഹത്തിൻ്റെ അഗ്നിയെ അത് തീർച്ചയായിട്ടും വർഷിപ്പിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ അനുസരണക്കേടും പാപവും ന്യായവിധിയുടെ അഗ്നിയെ വർഷിപ്പിക്കും. സോദോമിനെ ദഹിപ്പിച്ച തീ ഒരിക്കലും നമ്മുടെ മേൽ വരാതെ ഇരിക്കട്ടെ. എന്നാൽ ഏലിയാവിൻ്റെ യാഗത്തെ ദഹിപ്പിച്ചതായിരിക്കുന്ന സ്വർഗത്തിലെ തീ എപ്പോഴും നമ്മുടെ യാഗങ്ങളെയും ദൈവസന്നിധി ദഹിപ്പിക്കട്ടെ. ദൈവത്തിന് സ്വീകാര്യമായ യാഗമായി അർപ്പിക്കട്ടെ. ശലോമോൻ ദൈവാലയം പണിതിട്ട് യാഗങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്താ നാം കാണുന്നത്? ദൈവത്തിൻ്റെ തേജസ് ആ ദൈവാലയത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ആ പുക കൊണ്ട് അവിടെ ആർക്കും നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇന്നും ദൈവം അങ്ങനെ ദൈവത്തിൻ്റെ ആലയത്തെ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറയ്ക്കുന്നവനാണ്. പക്ഷേ അതിന് നാം വിശുദ്ധരായിരിക്കണം. അതിന് നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ശലോമോൻ എന്തോ ഒരു വലിയ പ്രാർത്ഥനയാണ് കഴിച്ചത്. ശലോമോൻ്റെ ആ പ്രാർത്ഥന എത്ര വലിയ പ്രാർത്ഥനയാണ്.
പ്രാർത്ഥനയാണ്. അത്ര നല്ലൊരു പ്രാർത്ഥന ഇന്നും ആരും പ്രാർത്ഥിക്കുന്നില്ല. ശലോമോൻ അത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ തീയെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ആ യാഗപീഠത്തിലുള്ളതായിരിക്കുന്ന ആ യാഗത്തെ ദഹിപ്പിക്കുകയും തുക കൊണ്ട് ദൈവാലയം നിറയുകയും ചെയ്തു. ഇന്നും നമുക്കങ്ങനെ വേണം. നമ്മുടെ ആരാധന യോഗങ്ങളിൽ ദൈവത്തിൻ്റെ തീ കത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ അത് ന്യായവിധിയുടെ തീയായി കത്തിയാൽ അയ്യോ എത്ര ഭയങ്കരമായിരിക്കും. എന്നാൽ ഇന്നത്തെ അനേക ആരാധനകളിൽ ന്യായവിധിയുടെ തീയല്ലേ കത്തേണ്ടത് എന്ന് ഞാനങ്ങ് ചിന്തിക്കാറുണ്ട്. ദൈവത്തെ മാനിക്കുന്ന ആരാധനകളല്ല, വെറുതെ കിടന്ന ജാതികളെ പോലെ കിടന്ന് തുള്ളുന്നതായിരിക്കുന്ന ആരാധനകൾ. അതെ, വെളിച്ചപ്പാടന്മാർ തുള്ളുന്നത് പോലെയാണ് ചിലർ ആരാധനയ്ക്ക് വേണ്ടി തുള്ളുന്നത്. അത് എന്തൊരു തുള്ളലാണ്. ദൈവത്തിനത് പ്രസാദമാകുമോ? ദൈവത്തിന് ഒരിക്കലും പ്രസാദമാകുന്നില്ല. സ്തോത്രമെന്ന് യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നന്ദിയുടെ യാഗങ്ങളാണ് ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടത്. നാം ഒരു സ്തോത്രം പറയുമ്പോൾ ആ സ്തോത്രത്തിന് പിന്നിലൊരു യാഥാർത്ഥ്യം കാണും. എന്നെ രക്ഷിച്ചതിന് സ്തോത്രം, എന്നെ സംരക്ഷിച്ചതിന് സ്തോത്രം, എന്നെ സൂക്ഷിച്ചതിന് സ്തോത്രം, ആപത്തിൽ രക്ഷിച്ചതിന് സ്തോത്രം, എനിക്ക് വിടുതൽ തന്നതിന് സ്തോത്രം, എനിക്ക് ഭാര്യയെ തന്നതിന് സ്തോത്രം, എനിക്ക് മക്കളെ തന്നതിന് സ്തോത്രം, എനിക്ക് ഭർത്താവിനെ തന്നതിന് സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങൾക്ക് ഓരോ കാര്യത്തിനും അതെ അങ്ങനെയാണ് നാം സ്തോത്രം കഴിപ്പിക്കേണ്ടത്. നമ്മുടെ യാഗമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാതെ വെറുതെ കുറച്ച് കരിയിൽ വാരി കൂട്ടിയിട്ട് തീ കൊടുക്കുമ്പോൾ കത്തുന്ന പോലെ കത്തിയാൽ ദൈവത്തിന് സ്വീകാര്യമാവില്ല എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ യാഗങ്ങളെ ദഹിപ്പിക്കുവാനുള്ള തീയെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരട്ടെ. എന്നാൽ ഒരിക്കലും സ്വർഗത്തിലെ തീ നമ്മെ ദഹിപ്പിക്കരുത്, നമ്മെ ദഹിപ്പിച്ച് കളയരുത്. ന്യായവിധി നമ്മുടെ ജീവിതത്തിലുണ്ടാകരുത്. പലപ്പോഴും അങ്ങനെയാണ്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് കാണുന്നുണ്ട്. ഏലിയുടെ കുടുംബത്തിൽ ന്യായവിധി വന്നു, അങ്ങനെ അനേക കുടുംബങ്ങളിൽ ന്യായവിധി വന്നു. അങ്ങനെ വരാൻ പാടില്ല. എന്നാൽ പഴയ നിയമവും പുതിയ നിയമവും വായിക്കുമ്പോൾ നമുക്കറിയാം അനുഗ്രഹമാണ് ദൈവം തൻ്റെ മക്കൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും അനുഗ്രഹമല്ല നമുക്ക് ലഭിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? തീ കൊണ്ട് കത്തിച്ച് കളയേണ്ടതായിരിക്കുന്ന പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അതിനെ കത്തിക്കുവാൻ സ്വർഗത്തിലെ ന്യായവിധിയുടെ തീ ഇറങ്ങി വരേണ്ടത് ആവശ്യമായിരിക്കും. ദൈവം അതയക്കും. എന്നാൽ ദൈവം നമ്മുടെ കരുണ കാണിക്കട്ടെ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കാം. ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി നമുക്ക് നീതിയുടെ യാഗങ്ങൾ അർപ്പിക്കാം. അപ്പോൾ സ്വർഗത്തിലെ തീ ഇറങ്ങി അവയെ ദഹിപ്പിക്കുകയും അത് ദൈവത്തിന് സുഗ്രാഹ്യമായി തീരുകയും ചെയ്യും. അങ്ങനെ ദൈവം നമ്മെ സഹായിക്കട്ടെ.